There are two ways of spreading light. Spreading വിതറുക അല്ലെങ്കിൽ പരത്തുക. പ്രകാശം വിതറാൻ രണ്ട് മാർഗങ്ങൾ, രണ്ട് വഴികളാണുള്ളത്. To be the candle or the mirror that reflects it. കാൻഡിൽ മെഴുകുതിരി, മിറർ കണ്ണാടി. റിഫ്ലക്സ് പ്രതിഫലിപ്പിക്കുക. മെഴുകുതിരി ആകുക അല്ലെങ്കിൽ മെഴുകുതിരി വെളിച്ചം പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാവുക. Women should choose between being a candle or a mirror and work for their own emancipation as well as for the generations to come. Women should choose, സ്ത്രീകൾ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ തീരുമാനിക്കണം, ബീയിങ് എ കാൻഡിൽ മെഴുകുതിരി ആകാനോ, ഓ എ മിറർ കണ്ണാടി ആകാനോ, ആൻഡ് വർക്ക് പരിശ്രമിക്കണം, ഫോർ ദെയർ ഓൺ അവരുടെ സ്വന്തം, ഇമാൻസിപ്പേഷൻ വിമോചനം, ആസ് വെൽ as അതുപോലെ തന്നെ ഫോർ ദ ജനറേഷൻസ് ടു കം വരാനുള്ള തലമുറയ്ക്ക് വേണ്ടിയും. സ്ത്രീകൾ മെഴുകുതിരിയാകണോ അല്ലെങ്കിൽ കണ്ണാടിയാകണോ എന്ന് തീരുമാനിക്കുകയും അവരുടെയും അതുപോലെ തന്നെ വരും തലമുറയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. ഇനി മാച്ച് ബോക്സ് എന്ന കഥയിലേക്ക്. അതിനു മുമ്പ് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. I always compare women to match boxes. Always എല്ലായ്പ്പോഴും, കമ്പയർ ഉപമിക്കുക. ഞാൻ എപ്പോഴും സ്ത്രീകളെ തീപ്പെട്ടിയോടാണ് ഉപമിക്കുന്നത്. വൈ എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആ കാരണം തീപ്പെട്ടികൾ അങ്ങനെയാണ്. ഈവൻ ദോ എങ്കിൽ പോലും ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ, ഇനഫ് വേണ്ടുവോളം ഗൺ പൗഡർ വെടിമരുന്ന്, ടു സെറ്റ് എ 100 ലങ്കാസ് എ ഫ്ലൈം, ടു സെറ്റ് എ ഫ്ലൈം തീ കൊളുത്താൻ. രാവണൻ്റെ ലങ്കയെ ഹനുമാൻ തീയിട്ടതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, വ്യംഗ്യമായി സൂചിപ്പിക്കുന്നത്. 100 ലങ്കകളെ തീയിടാൻ വേണ്ടത്ര വെടിമരുന്നുകൾ ഉണ്ടെങ്കിലും ദേ സിറ്റ് അവ ഇരിക്കും, എറൗണ്ട് ചുറ്റിലും, അവിടെയും ഇവിടെയും. മീക്ക് മീൻസ് ജെൻറ്റിൽ ശാന്തമായ, പാവത്താനായ. ആൻഡ് ഇന്നസെൻറ്റ് നിരുപദ്രവകാരിയായ, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത. ഇൻ ദ കിച്ചൺ അടുക്കളയിൽ, ഇൻ ദ പാൻട്രി പാചകപ്പുരയിൽ, ഇൻ ദ ബെഡ്റൂം കിടപ്പറയിൽ, ഹിയർ ഇവിടെ, ദയ അവിടെ, എനിവെയർ എവിടെയും. തീപ്പെട്ടികൾ അങ്ങനെയാണ്. 100 ലങ്കകളെ ചുടാൻ വേണ്ടത്ര വെടിമരുന്നുകൾ ഉണ്ടെങ്കിൽ പോലും അടുക്കളയിലും പാചകപ്പുരയിലും ബെഡ്റൂമിൽ കിടപ്പറയിലും അവിടെയും ഇവിടെയും എവിടെയും പാവത്താന്മാരായും ശാന്തശീലരായും അവർ കഴിഞ്ഞുകൂടും. വിമൻ ടു ആർ എക്സാക്ട്ലി ദ സെയിം. എക്സാക്ട്ലി കൃത്യമായും, സ്ത്രീകളും കൃത്യമായി അതുപോലെയാണ്. യു വാണ്ട് ആൻ എക്സാമ്പിൾ? നിങ്ങൾക്ക് ഉദാഹരണം വേണോ? ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് ദാറ്റ് ഇനോമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് us. ലുക്ക് കെയർഫുള്ളി ശ്രദ്ധിച്ചു നോക്കുക. അറ്റ് ദാറ്റ് ഇനോമസ് മീൻസ് വെരി ലാർജ്, വളരെ വലിപ്പമുള്ള 3-story 3 നിലകളുള്ള ഹൗസ്, വീട്. ഇൻ ഫ്രണ്ട് ഓഫ് us ഞങ്ങൾക്ക് മുന്നിലുള്ള വളരെ വലിപ്പം കൂടിയ 3 നിലകളുള്ള ആ വീട്ടിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. സൺഡേ മോർണിംഗ് ഞായറാഴ്ച രാവിലെ. ദ വാഷർമാൻ ഹാസ് കം ആൻഡ് ഈസ് വെയിറ്റിംഗ്. അലക്കുകാരൻ വന്നിട്ട് കാത്തു നിൽക്കുകയാണ്. മൊമെൻറ്റ്സ് ബിഫോർ ഹാൻഡിങ് എ ഹീപ്പ് ഓഫ് അജസ്റ്റ് ഡേർട്ടി ക്ലോത്ത്സ് ടു ദ വാഷർമാൻ, നോമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ് വൺ ലാസ്റ്റ് ടൈം ആൻഡ് ഡിസ്കവേഴ്സ് ദ ലെറ്റർ. ഈ പാരഗ്രാഫിൽ 2 കഥാപാത്രങ്ങളുടെ പേര് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് അജിത്താണ്, മറ്റൊന്ന് നോമിതയാണ്.
അജിത്ത് ആ നാട്ടിലെ ഏറ്റവും സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. നോമിത അയാളുടെ ഭാര്യയാണ്. എന്നാൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ്. വളരെയധികം സൗന്ദര്യമുണ്ട്, സുന്ദരിയായിരുന്നു എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ് അജിത്ത് ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഇടയായത്, അല്ലെങ്കിൽ നോമിത അജിത്തിൻ്റെ ഭാര്യയാകാനുള്ള അവസരമുണ്ടായത്. ഇനി നമുക്ക് ആ പാരഗ്രാഫ് നോക്കാം. മൊമെൻറ്റ്സ് ബിഫോർ, നിമിഷങ്ങൾക്ക് മുമ്പ്, ഹാൻഡിങ് ഓവർ, കൈമാറുന്നതിനും നിമിഷങ്ങൾക്ക് മുമ്പ്, എ ഹീപ്പ് ഓഫ്, ഹീപ്പ് എന്ന് പറഞ്ഞാൽ ബണ്ടിൽ, കൂമ്പാരം, ഓഫ് അജിസ് ഡേർട്ടി ക്ലോസ്, അജിത്തിൻ്റെ അഴുക്ക് പുരണ്ട വസ്ത്രങ്ങൾ, ടു ദ വാഷർമാൻ, അലക്കുകാരന്. നോമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ്, നോമിത പോക്കറ്റുകളിൽ കൂടി ഒന്ന് പരിശോധിക്കുകയാണ്. വൺ ലാസ്റ്റ് ടൈം, അവസാനമായി. ആൻഡ് ഡിസ്കവേഴ്സ്, കണ്ടെത്തുകയാണ് ദ ലെറ്റർ, ആ കത്ത്. അജിത്തിൻ്റെ അഴുക്ക് പുരണ്ട ഒരു കുന്ന് വസ്ത്രം അലക്കുകാരന് കൈമാറുന്നതിന് മുമ്പ് നോമിത അവസാനമായി പോക്കറ്റുകളിൽ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കുകയും ആ കത്ത് കണ്ടെത്തുകയും ചെയ്യുകയാണ്. അതവളുടെ അമ്മ അവൾക്കയച്ച കത്താണ്. അത് അജിത്ത് അവളെ കാണിക്കാതെ പൊട്ടിച്ച് വായിക്കുകയും അത് അയാളുടെ പോക്കറ്റിൽ തന്നെ തിരിച്ചിടുകയും ചെയ്തു. ആ കത്താണ് അവളിപ്പോൾ തിരഞ്ഞു പിടിച്ചിരിക്കുന്നത്. എ ട്വിസ്റ്റഡ് ക്രംബിൾഡ് എൻവലപ്പ് വിത്ത് ഹിസ് മൗത്ത് ടോൺ ആൻഡ് ഓൺ ദ എൻവലപ്പ് നോമിതാസ് നെയിം. ട്വിസ്റ്റഡ് മീൻസ് ഫോൾഡഡ്, മടക്കിയ. ക്രംബിൾഡ് മീൻസ് റിങ്കിൾഡ് ഓ ക്രഷ്ഡ്, ചുളുക്കിയ, ചുരുട്ടിയ. എൻവലപ്പ്, കവർ. വിത്ത് ഹിസ് മൗത്ത് ടോൺ, ടോൺ മീൻസ് കീറിയ, വാ കീറിയ. ആൻഡ് ഓൺ ദ എൻവലപ്പ്, ആ എൻവലപ്പിന് പുറത്ത് നോമിതാസ് നെയിം, നോമിതയുടെ പേരുണ്ട്. നോമിതയുടെ പേരുള്ള മടക്കിയതും ചുളുകു വീണതുമായ വാ കീറിയ ഒരു കവർ, ആ കത്താണ് അജിത്തിൻ്റെ അഴുക്ക് പുരണ്ട ആ വസ്ത്രങ്ങളിലെ ഏതോ ഒരു പോക്കറ്റിൽ നിന്നും നോമിത കണ്ടെത്തിയത്. എ ഫ്ലെയിം ഗോസ് അപ്പ് ഡോപ്പ് ഇൻ ഓൾ നോമിതാസ് നെർവ്സ് ആൻഡ് വെയിൻസ്. ഫ്ലെയിം, തീജ്വാല. ഡോപ്പ്, ആളിപ്പടരുക. നോമിതയുടെ നാഡിഞരമ്പുകളിൽ ആകമാനം ഒരു തീജ്വാല ആളിപ്പടരുകയാണ്. ഷീ ഡ്രോപ്സ് ദ ക്ലോസ് ഇൻ ഹെർ ഹാൻഡ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. ഷീ ഡ്രോപ്സ്, അവൾ ഇടുന്നു, ദ ക്ലോസ്, വസ്ത്രം, ഇൻ ഹെർ ഹാൻഡ്, തൻ്റെ കയ്യിലുള്ള വസ്ത്രം അവൾ ഇടുകയാണ്. ആൻഡ് സിറ്റ്സ് ഓൺ ദ ബെഡ്, കിടക്കയിലിരിക്കുന്നു. ടു ഓപ്പൺ ദ ലെറ്റർ, ആ കത്ത് നിവർത്ത് നോക്കാൻ വേണ്ടി. ദ ഫസ്റ്റ് തിങ് ഷീ ലുക്സ് അറ്റ് ഈസ് ദ ഡേറ്റ്. ദ ഫസ്റ്റ് തിങ്, ആദ്യത്തെ കാര്യം, ഷീ ലുക്സ്, അവൾ നോക്കുന്നത്, അറ്റ്, അതിൽ, ഈസ് ദ ഡേറ്റ്, തീയതിയാണ്. നോമിത തൻ്റെ കയ്യിലുള്ള വസ്ത്രങ്ങൾ താഴെ ഇടുകയും കത്ത് തുറന്ന് വായിക്കാൻ വേണ്ടി കട്ടിലിൻ്റെ പുറത്ത് ഇരിക്കുകയും ചെയ്യുന്നു. എന്നിട്ടവൾ ആദ്യമായി ആ കത്തിലെ ഡേറ്റ്, തീയതി നോക്കുകയാണ്. ഗോയിങ് ബൈ ദ ഡേറ്റ്, ആ തീയതിയിൽ കൂടി നോക്കുമ്പോൾ ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം, ആ കത്ത് വന്നിട്ടുള്ളത് എബൌട്ട് 3 days ഏളിയ, നേരത്തെ, 3 ദിവസങ്ങൾക്ക് മുമ്പാണ്. തീയതിയിൽ കൂടി നോക്കുമ്പോൾ കത്ത് വന്നിട്ടുള്ളത് 3 ദിവസങ്ങൾക്ക് മുമ്പാണ് എന്നവൾക്ക് ബോധ്യമാകുന്നു. ഷീ ടേൺസ് ഓവർ ദ എൻവലപ്പ് ആൻഡ് മാച്ചസ് ദ പോസ്റ്റ് മാർക്ക് ടു ദ ഡേറ്റ്. ദാറ്റ് ടു ബെയേഴ്സ് ദ സെയിം വിറ്റ്നസ്. ഷീ ടേൺസ് ദ എൻവലപ്പ്, അവൾ കവർ മറിച്ച് നോക്കുന്നു. ആൻഡ് മാച്ചസ്, ഒത്തു നോക്കുന്നു. ദ പോസ്റ്റ് മാർക്ക്, തപാൽ മുദ്ര. പോസ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ തപാൽ മുദ്ര, അഥവാ ഒരു പോസ്റ്റ് ഓഫീസിൽ കത്തെഴുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സീൽ വയ്ക്കും. ആ സീലിൽ ഒരു തീയതി കൂടി കാണും. അതായത് ആ കത്ത് ഏത് ദിവസമാണോ ആ പോസ്റ്റ് ഓഫീസിൽ വന്നത് ആ തീയതിയായിരിക്കും പോസ്റ്റൽ സ്റ്റാമ്പിലുള്ളത്. കത്തിലെ തീയതിയും ആ കവറിലുള്ള തീയതിയും അവൾ ഒത്തു നോക്കുകയാണ്. ദാറ്റ് ടു ബെയേഴ്സ് ദ സെയിം വിറ്റ്നസ്, വിറ്റ്നസ്, സാക്ഷി, അതും അതേ തെളിവ് തന്നെയാണ് നൽകുന്നത്. അതായത് കത്തിലെ തീയതിയും
പോസ്റ്റ് ഓഫീസിൽ നിന്നും കത്തയച്ച ആ എൻവലപ്പിൻ്റെ ആ കവറിൻ്റെ പുറത്ത് പോസ്റ്റ് ഓഫീസിൽ നിന്നും പതിച്ച മുദ്രയുടെയും ആ പോസ്റ്റൽ സ്റ്റാമ്പിലെയും തീയതി ഒന്നാണ്. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. അതെ, കത്ത് വന്നത് 3 ദിവസങ്ങൾക്ക് മുമ്പാണ്. അജിത്ത് ഹാസ് ഓപ്പൺഡ് ഇറ്റ് ആൻഡ് റെഡ് ഇറ്റ്, ദെൻ ക്രംബിൾഡ് ഇറ്റ് ആൻഡ് ട്വിസ്റ്റഡ് ഇറ്റ് ആൻഡ് ഡ്രോപ്ഡ് ഇൻ ടു ഹിസ് പോക്കറ്റ് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ദേ. അജിത്ത് ഹാസ് ഓപ്പൺഡ് ഇറ്റ്, അജിത്ത് അത് പൊട്ടിക്കുകയും ആൻഡ് റെഡ് ഇറ്റ്, അത് വായിക്കുകയും ചെയ്തു. ദെൻ ക്രംബിൾഡ് ഇറ്റ്, എന്നിട്ട് ചുരുട്ടിക്കൂട്ടി, ആൻഡ് ട്വിസ്റ്റഡ്, മടക്കി, ആൻഡ് ഡ്രോപ്ഡ് ഇട്ടു, ഇൻ ടു ഹിസ് പോക്കറ്റ്, തൻ്റെ പോക്കറ്റിലേക്ക്, ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ദേ, അത് അവിടെ തന്നെ ഇടുകയും ചെയ്തു. അത് അയാളുടെ പതിവ് ശീലമാണ്. ഭാര്യയ്ക്ക് വരുന്ന കത്തെടുത്ത് വായിക്കുക എന്നുള്ള അയാളുടെ ശീലമാണ്. ഇനി അടുത്ത ലൈൻ നോക്കുക. ഹാസൻ ഫെൽറ്റ് ദ നീഡ് ടു മെൻഷൻ ഇറ്റ് ഈവൻ വൺസ് ടു നോമിത. ഹാസൻ ഫെൽറ്റ്, തോന്നിയിട്ടേ ഇല്ല, ദ നീഡ് ടു മെൻഷൻ, മെൻഷൻ സൂചിപ്പിക്കുക, നീഡ് ആവശ്യം, സൂചിപ്പിക്കണം എന്ന ആവശ്യം തോന്നുക പോലും ചെയ്തില്ല. ഈവൻ വൺസ്, ഒരിക്കൽ പോലും. ടു നോമിത, നോമിതയോട് ഒരിക്കലെങ്കിലും അതിനെക്കുറിച്ച് സൂചിപ്പിക്കണം എന്ന് അയാൾക്ക് തോന്നിയതുപോലുമില്ല. ദ ഫ്ലെയിം ദാറ്റ് ഹാഡ് ഗോൺ അപ്പ് ടോപ്പ് നൗ ബേൺ സ്റ്റഡിലി, ഹിസ്സിങ്, സൗണ്ടിങ് ഇറ്റ്സ് നോട്ട് ഓൺ ഈച്ച് ഓഫ് അവർ മൈൻഡ്സ് സ്ട്രിങ്സ്. ദ ഫ്ലെയിം, ആ തീജ്വാല, ദാറ്റ് ഹാഡ് ഗോൺ അപ്പ് ടോപ്പ്, ആളിപ്പടർന്ന ആ തീജ്വാല, നൗ ബേൺ സ്റ്റഡിലി, നിലയ്ക്കാതെ കത്തുകയാണ്. ഹിസ്സിങ്, ശീൽക്കാരം പുറപ്പെടുവിച്ചുകൊണ്ട്. സൗണ്ടിങ് ഇറ്റ്സ് നോട്ട്, നോട്ട് എന്നാൽ സംഗീത ഉപകരണങ്ങളിലെ ശ്രുതിയാണ് നോട്ട് എന്ന് പറയുന്നത്. ഓൺ ഈച്ച് ഓഫ് ഹർ മൈൻഡ് സ്ട്രിങ്സ്, സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ കമ്പികൾ, വീണ പോലെയുള്ള വാദ്യോപകരണങ്ങളിലെ കമ്പികളിൽ നിന്നും പുറപ്പെടുന്ന പല തരത്തിലുള്ള ശ്രുതികൾ എന്നർത്ഥം. അതായത് അവളുടെ മനസ്സിൽ, അവളുടെ ഹൃദയത്തിൽ ദേഷ്യം അങ്ങനെ അണ പൊട്ടിയപ്പോൾ വീണയിൽ പോലെയുള്ള സംഗീത ഉപകരണങ്ങളിൽ നിന്നും പല തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുന്നത് പോലെ അവളിൽ നിന്നും ദേഷ്യത്തിൻ്റെ, കോപത്തിൻ്റെ പല രൂപത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുകയാണ്. ബിക്കോസ് ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്, ഇറ്റ് ഈസ് ഡെലിബറേറ്റ്. ബിക്കോസ്, കാരണം, ദിസ് ഇൻസിഡൻറ്റ്, ഇൻസിഡൻറ്റ് മീൻ സംഭവം, ഈ സംഭവം ഇസ് നോട്ട് എ കാഷ്വൽ, കാഷ്വൽ മീൻസ് ആക്സിഡൻ്റൽ ഓ ഇൻസിഡൻ്റൽ, അവിചാരിതമായി ഉണ്ടാകുന്നത്. ഓവർസൈറ്റ്, മിസ്റ്റേക്ക് ഓ ഫാൾട്ട്, പിഴവ്. ഡെലിബറേറ്റ്, കരുതിക്കൂട്ടിയുള്ള. ഈ സംഭവം യാദൃച്ഛികമായി ഉണ്ടായതല്ല, മറിച്ച് കരുതിക്കൂട്ടി ചെയ്തതാണ്. ഈ സ്റ്റോറിയുടെ 18-ാമത്തെ പേജ് മുതലുള്ള ശേഷിക്കുന്ന ഭാഗം അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.